ഒപ്പന നൃത്ത കലാലയത്തിന്റെ 31ാമത് വാലി ഉപ്പിണി സ്വയംവരം. വാലിയുടെ രചന ഓച്ചന്തിർത്ത് കോന്തുണ്ണി, സംഗീതം കോന്തുണ്ണി ഓച്ചന്തിർത്ത്, സംവിധാനം അഡ്വക്കേറ്റ് കോന്തുണ്ണി, അതായത് ഞാൻ. വാലി ആരംഭിക്കുന്നതിന് മുൻപായി വാലയെ കുറിച്ച് 2.25 വാക്ക്. ഈ വാലയിൽ അഭിനയിക്കേണ്ട 4 പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ ഇതേവരെ ഇവിടെ എത്തിയിട്ടില്ല. ആവശ്യമില്ലാത്തടത്ത് സിമ്പൽ അടിക്കില്ല, ഞാൻ പറയാം. അതുകൊണ്ട് ഇന്നാട്ടിലെ ചെറുകുറുക്കുള്ള ചെറുപ്പക്കാരെ തപ്പിപ്പിടിച്ചെടുത്ത് ഒരു കണക്കിന് ഡയലോഗ് പറഞ്ഞ് പഠിപ്പിച്ചാണ് ഈ വാല നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. വാല ആരംഭിക്കുന്നു. ഇനി എന്തും സംഭവിക്കാം. ഉപ്പിണി സ്വയംവരം. മതി മതി, രംഗത്ത് രാജാവ്. ചങ്കത്ത് രാജാവ്. ചങ്കത്ത് രാജാവ്. രംഗത്ത് രാജാവ്. നീയല്ല, നീ പോകരുത്. നീ അച്ഛനാണ്, നീ അല്ലെന്ന് നീ പൊക്കി വിടുന്നല്ലേ. ആ വെള്ളക്കോട്ടിട്ടേക്കണവൻ, ആ വെള്ളക്കോട്ട്. അത് പാട്ടുകാരനല്ലേ. എടാ നീ കരിമുകളിലെ ഗംഗാരൻ മോൻ സുരേഷ് ഇങ്ങോട്ട് വാ. പറഞ്ഞപ്പോ ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് പോ. അങ്ങോട്ട് പറ, അടുക്ക് വന്ന് നിക്ക്. എവിടെയാണ്? ഇവിടെയാണ്. ഇവിടെയാണ്. നേരെ നോക്കുന്നു. എന്റെ നേരെ നോക്കാനല്ല, പിന്നെ അങ്ങോട്ട് നോക്ക്. എങ്ങോട്ട്? ഓഡിയൻസിന് നോക്കാൻ. ഓഡിയൻസ്? ഓഡിയൻസ് അല്ല, ഓഡിയൻസ്. എവിടെയാണ്? അവിടെ. സുരേഷ് വണ്ടി വേണേ കേട്ടിവിട്. എന്തോരാൾക്കാരെ. രാജാവ് ചിരിക്കുന്നു. പഴം പൊഴുങ്ങിയ ചിരിയിരിക്കല്ല എന്നോട് പറഞ്ഞത്. പ്രകാശം വരുമ്പോൾ മഹാരാജാവ് പുഞ്ചിരി തോന്നുന്നു. എന്നാവും വന്നിട്ട് വരാം. ആര്? പ്രകാശൻ. അവ ഷാപ്പിലല്ലേ. എടാ പ്രകാശം വെളിച്ചം വെട്ടം അത് വന്നല്ലോ. വന്നല്ലോ. എന്നാ പുഞ്ചിരി നോക്ക്. പുഞ്ചിരി നോക്കട്ടെ. എന്താണത്? പുഞ്ചിരി തൂവാൻ പറഞ്ഞിട്ട് ഈ പുഞ്ചിരി അല്ല, അട്ടഹസിക്കുന്നു. എന്നാ അട്ട അട്ട എന്താണോ? അട്ടനെ പേടിയാ. ആട്ടല്ലെന്ന് പൊട്ടിച്ചിരിക്കുന്നു. എങ്ങനെയത്? അടിപൊളി അടിപൊളി സൂപ്പർ. മഹാരാജാവ് ഗൗരവത്തിൽ. നാം ഇളയെടുത്ത് കൊട്ടാരത്തിലെ ദൃഷ്ടദുമ്ന മഹാരാജാവ്. നാം ഇളയെടുത്ത് കൊട്ടാരത്തിലെ ദൃഷ്ടദുമ്ന മഹാരാജാവ്. ദൃഷ്ടദുമ്ന മഹാരാജാവ്. ദൃഷ്ടദുമ്ന. ഞാൻ എന്റെ പേര് പറഞ്ഞാ പോരെ? എന്തെങ്കിലും പറഞ്ഞ. ഇളയെടുത്ത് കൊട്ടാരത്തിലെ സുരേഷ് മഹാരാജാവ്. ആരെവിടെ? ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. അതല്ല, ആരെവിടെ? ആരെവിടെ? ആരവിടെ? എടാ ഇവിടെ അല്ല, നീ പറയണം. ആരെവിടെ? ഞാൻ പറയണോ? ആരെവിടെ? ഉറക്കെ പറയണ. ഞാനല്ല, എന്റെ പുള്ളി ആരെവിടെ പറഞ്ഞ. പടകളെ നിങ്ങളൊക്കെ ഇങ്ങോട്ട് വിളിച്ചതല്ല. ഇവിടെ ബാലയുടെ ഡയലോഗ് പറഞ്ഞു. എല്ലാരും പൊക്കെ, എല്ലാരും പൊക്കെ, പോ പോ പോ, എല്ലാരും പോകരുത്. പറഞ്ഞപ്പോ എല്ലാം കൂടി പോണുട്ടാ. ഇങ്ങോട്ട് വാ. എല്ലാം കൂടി വന്നേക്കണം. എടാ ഒരാൾ ഇവിടെ നിന്നേച്ച് ബാക്കിയുള്ളവർക്ക് അങ്ങോട്ട് പോ 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 പറഞ്ഞാലും മനസ്സിലാവില്ല. ഇവരേതാണ് തത്തരക്ക് വെച്ച് വന്നേക്കണം. നീ അല്ല, രാജാവ് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് അങ്ങോട്ട് പൊക്കെയിരുന്നു. നീ ഇങ്ങോട്ട് വാ. പടൻ വരുന്നു. പടൻ ഞാനാ. എല്ലാം നീയാണ്. ദേവന് പടൻ. പടനായാലും ഇങ്ങനെ വേണം. പടൻ ഗൗരവത്തിൽ. മഹാരാജൻ അങ്ങ് ദൃതങ്ക പുളങ്കിയതിനാവട്ടെ. അവന് പനിയാ. അപ്പൊ സുനിയാ. അവനല്ലേ മുനി. ഇത് ഏതാണ്? ശനി. ശനി ശനി ശനി. ശനി ഡയലോഗ് പറ. മഹാരാജൻ അങ്ങ് ദൃതങ്ക പുളങ്കിയതിനാവട്ടെ. ഞാൻ പറയണത് കേട്ടിട്ട് പറ. മഹാരാജൻ അങ്ങ് ദൃതങ്ക പുളങ്കിയതിനാവട്ടെ. ആയിക്കോട്ടെ. മഹാരാജൻ അങ്ങ് ദൃതങ്ക പുളങ്കിയതിനാവട്ടെ എന്ന് ഡയലോഗ് പറ. മഹാരാജൻ അങ്ങ് ദൃതങ്ക പുളങ്കിയതിനാവട്ടെ. ശരിയായിട്ടില്ല. അപ്പുറത്തെങ്ങാനും പോയി ഡയലോഗ് പഠിച്ചിട്ട് വാബോ. എന്താണ് അപ്പുറത്തെ ചാണാക്കുഴിട്ട് ദൃതങ്ക പുളങ്കിയതിനായിട്ട് പോയിട്ട് നന്നായി. ആരെവിടെ? ആരെവിടെ? ഞാനല്ലാന്ന് ഇല്ല, പുള്ളിയാണ്. ആര്? എടാ നിങ്ങളെ കൂടെ വിളിച്ചതല്ല. ഇവിടെ ബാലയുടെ ഡയലോഗ് പറഞ്ഞാണ്. എല്ലാരും പൊക്കെ അവിടുന്ന്, എല്ലാരും പോയോടുന്ന്. രാജാവ് പോലെട്ടാ. ഈ സമയം കൊട്ടാരം മന്ത്രി കടന്നു വരുന്നു. ഈ സമയം പൊട്ടാത്ത മന്ത്രി കടന്നു വരുന്നു. മന്ത്രി എവിടെ? അടിപൊളി. കേട്ട് വലിയ ഹനുമാനെ പോലിരിക്കുന്നത്. അടിപൊളി. സൂപ്പർ. മതി മതി. ഡയലോഗ് പറ. ഡയലോഗ് പറയാൻ മറന്നുപോയി. മമ പ്രണാമം പ്രഭോ, മമ പ്രണാമം.
പ്രണാമം. മമ പ്രിട്ടപ്പെട്ട എടാ, മമ പ്രണാമം പ്രഭു, മമ പ്രണാമം. രാമായണം മാറണ്ട. ഇതെന്താ സാധനം എന്താ ഇത്? എടാ, നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ ഒരു അഭിസംബോധന ചെയ്യൂലേ? അതിനാണ് കിടന്ന് പാടുപെടണേ. ഇങ്ങനെ പറഞ്ഞാ പോരെ? പറ. ഹലോ മന്ത്രി, തലയിൽ ചത്തേക്ക് ഇരിപ്പുണ്ടല്ലോ. മതി മതി മതി. മന്ത്രി സത്തമാ? മന്ത്രി സത്തമ്പാ? എന്താണ് അവർ തല്ലിയത്? എന്റെ ഇരട്ടപ്പേര് പറഞ്ഞ കൊല്ലി ഞാൻ പറഞ്ഞ എന്റെ ഇരട്ടപ്പേര് തത്തമ്മ രാജു എന്നാണ് ഈ നാട്ടുകാർക്ക് മൊത്തം പറ. ഇവന്റെ പേര് തോലാണ്ട് രാജാവെന്നല്ല, തോലാണ്ട് രാജാന്ന് വിളിച്ചു. എടാ, അതല്ല. എടാ, നിന്റെ ബാലയിലെ പേരാണ് മന്ത്രി സത്തമാ. ആ മന്ത്രി സത്തമാ നിനക്കറിയുമോ? മന്ത്രി സത്തമ്പാ നിനക്കറിയുമോ? ഇല്ല, അഴിയില്ല, മുറുക്കി കെട്ടിയിട്ടുണ്ട്. എന്തെന്ന്? അല്ല, ഈ ചെറുക്കൻ നിക്കറഴിയോന്ന് ചോദിച്ചു. എടാ, നിക്കറിയൊന്നല്ല, മന്ത്രി സത്തമാ നിനക്കറിയുമോ? എടാ, എനിക്ക് അറിഞ്ഞൂടുന്ന് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ. അപ്പൊ നീയല്ലേ ഇവിടെ വന്നാൽ മതി പറഞ്ഞുതരാന്ന് പറഞ്ഞത്. മാച്ചു കളഞ്ഞ്. ആ മന്ത്രി സത്തമാ അന്തഃപുരത്തിൽ നിന്ന് നമ്മുടെ ഉടയാടകൾ എടുത്തുകൊണ്ട് വരൂ. മന്ത്രി സത്തമ്മാ അന്തപുരത്തിൽ നിന്ന് നമ്മുടെ ഉടയാത്തതൊക്കെ എടുത്തോണ്ട് വരൂ. ഉടയാത്തതല്ല, ഉടയാടകള്. എന്ന് വെച്ചെന്താ? ഡ്രസ്. അത് പറഞ്ഞാ പോരെ? വെറുതെ കുടയാടാന്നൊക്കെ പറഞ്ഞ മനുഷ്യരെ മന്ത്രി സത്തമാ അന്തപുരത്തിൽ നിന്നും എന്നെ ഉടുപ്പെടുത്തിട്ട് വാടാ. എടുത്തിട്ടില്ലേ? ഈ ബാല പൊളിഞ്ഞു പോയി എടുത്തിട്ടില്ലാന്ന്. ധിക്കാരി, നിന്റെ തല ഞാൻ വെട്ടും. ധിക്കാരി, നിന്റെ തല ഞാൻ വെട്ടും. എനിക്കിട്ട് പണ്ടാരടക്കട്ടെ, അങ്ങാട് പറ. ധിക്കാരി, നിന്റെ തല ഞാൻ വെട്ടും. നീ ഞൊട്ടു. നിങ്ങൾ വണ്ടി കയറിയപ്പോ പറഞ്ഞു എന്റെ പ്യാറ്റ് ഷർട്ടൊക്കെ എടുത്ത് അകത്ത് നോക്കാൻ. ഇവിടെ വന്നിട്ട് ഞൊട്ടുന്ന് നീ പറ. മഹാരാജാവോട് തർക്കിക്കുന്ന മന്ത്രിയെ ഒരു പ്രജ ചവിട്ടി ഓടിക്കുന്നു. എവിടെ? ഞാൻ ക്യാമറ വെച്ചോണ്ടിരിക്കുന്നു. ഓ, അപ്പുറത്ത്. ഞാൻ പൊക്കോട്ടെ? നീ പോകല്ലേ? ആരെവിടെ? നിനക്ക് വെള്ളം വേണോ? ഞാനല്ല നിന്റെ പുള്ളിയാണ്. ഇവിടെ ഇവിടെ ബാലയുടെ ഡയലോഗ് പറഞ്ഞു പൊക്കെ ഇവിടുന്ന് ഈ പിശാചുകൾ കൊണ്ട് അപ്പത്തങ്ങനെ പോയി ഡയലോഗ് അടിച്ചിട്ട് ബാബു. ആ, ഈ സമയം കൊട്ടാരം നർത്തകി കടന്നു വരുന്നു. കൊട്ടാരം നർത്തകി കടന്നു വരുന്നു. ഞാനാണോ? എല്ലാം നീയാണ്. നർത്തകി എവിടെ? നീ പെട്ടുപോലെ ഇങ്ങോട്ട് വാ. സൂപ്പർ. അവിടെയൊക്കെ വെടിവെച്ച് നടക്കാണ്ട് വന്ന ഡയലോഗ് പറ. രക്ഷിക്കണം മഹാരാജൻ, രക്ഷിക്കണം മഹാരാജൻ, രക്ഷിക്കണം. 3 വട്ടം രക്ഷിക്കണം മഹാരാജൻ. പെട്ടുപോലെ 3 പ്രാവശ്യം പറയാം. രക്ഷിക്കണം മഹാരാജൻ, രക്ഷിക്കണം. രക്ഷിക്കണം മഹാരാജൻ, രക്ഷിക്കണം. മഹാരാജൻ രക്ഷിക്കണം. 3. മഹാരാജാവിന്റെ മുഖത്ത് പുച്ഛം. മഹാരാജാവിന്റെ മുഖത്ത് പൂച്ച മഹാരാജാവിന്റെ മുഖത്ത് പുച്ഛം എന്ന് വെച്ചാ പുച്ഛോടാറില്ല. ഇങ്ങോട്ട് നോക്ക്. കൊടുക്കട്ടെ? എന്നാ പിടിച്ചോ. 3 വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടാരത്തിൽ നൃത്തം കളിക്കാൻ വന്ന ഞാൻ ഇപ്പോൾ 6 മാസം ഗർഭിണിയാണ്. ചെലവ് ചെയ്യണം. ഡയലോഗ് പറഞ്ഞാണ്. എന്റെ വയറ്റിൽ വളരുന്ന പറ. എന്റെ വയറ്റിലയിൽ വളരുന്ന രാജകുമാരൻ. കോഴിക്കോട്. എന്റെ കോഴിക്കോട് വളരുന്ന വയറ്റിൽ വളരുന്ന എന്റെ വയറ്റിൽ വളരുന്ന രാജകുമാരൻ എപ്പോഴും എന്നോട് ചോദിച്ചു എന്റെ അച്ഛൻ ആരാണെന്ന്. അപ്പോൾ ഞാൻ പറയും ഞാനപ്പുറം ഈ മാറി നിൽക്കുന്ന മഹാരാജാവാണെന്ന്. ഞാനാണോ? നർത്തകി കരഞ്ഞുകൊണ്ട് മഹാരാജാവിന്റെ ചുവലിലേക്ക് വീഴുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഇനി അടിപൊളിയായിരിക്കും. മഹാരാജാവ് നർത്തകിയെ ആശ്വസിപ്പിക്കുന്നു. മതി 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 മതി, ഇനി പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. ഇച്ചിരി നേരം കൂടി കിടന്നോട്ടെ. മഹാരാജാവ് നർത്തകിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. കുറച്ചേരം കൂടി കിടന്നോട്ടെ എന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ. ഇയാക്കടെ പെണ്ണുപിള്ളി ഒന്നുമില്ല, എത്ര വിഷമമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അടുത്ത അഭ്യാസമൊക്കെ ചില സമയത്ത് കയറി ഇടപെടുന്ന എനിക്ക് ഇഷ്ടപ്പെടില്ല. മഹാരാജാവ് ഞാൻ കളിക്കാം. വേണ്ട, ഇനി മഹാരാജാവ് ഞാൻ തന്നെ മതി മോനെ. പിടിച്ച് എഴുന്നേൽപ്പിക്കേ. അടുത്ത സീനിൽ 1/2 മണിക്കൂർ കെട്ടിപ്പിടിക്കാൻ സമയം തരാം. ഇതുപോലെ 1/2 മണിക്കൂറുണ്ടോ? ഇതുപോലെ 1/2 മണിക്കൂറുണ്ടോ? നിലാവുള്ള രാത്രി നീലം പട്ടുടുത്തോന്ന് നിന്നെ നോക്കി ഞാൻ പറഞ്ഞു, കരളെ നമുക്ക് ഈ ചരലിൽ കിടന്നില്ല. എന്റെ വന്നേക്കുന്നു. എന്ത് എല്ലാവരും നോക്കുക. ചേച്ചിയൊക്കെ മഹാരാജാവ് മാത്രം പിന്നെയും വന്നേക്കണം പിശാച്. ശരിയായിട്ടില്ല, പോയി പഠിച്ചിട്ട് വാ. എന്റെ പൊന്നി സാറേ, ഇത് അവിടെ ഒന്ന് പറഞ്ഞു പഠിക്കാൻ നോക്കി. സിമ്പിൾ ആയിട്ടൊരു ഡയലോഗ് തന്നെ പറയാവോ? സിമ്പിൾ ആണ് പറയാം. പ്രഭു, കൊട്ടാരത്തിലെ താളിയോല ഗ്രന്ഥങ്ങൾ കാണാനില്ല. പറ. ഒന്നുകൂടെ പറഞ്ഞു. കൊട്ടാരത്തിലെ താളിയോല ഗ്രന്ഥങ്ങൾ കാണാനില്ല. കൊട്ടാരത്തിലെ താളിയോല. അയ്യോ, അത് ഞാൻ പറഞ്ഞ വല്ല തെറിയായി പോകും സാറേ. എന്നാ പഴയത് പറ, തെറുങ്കപ്പൊളിഞ്ഞതാവട്ടെ. ശരിയായിട്ടില്ല, പോയി പഠിച്ചിട്ട് വാ. ഈ സമയം നർത്തകിയുടെ അച്ഛൻ കോപിഷ്ഠനായി കടന്നു വരുന്നു. നർത്തകിയുടെ അച്ഛൻ കോഴിക്കാഷ്ടം കൊണ്ട് വരുന്നു. കോഴിക്കാഷ്ടം കൊണ്ടല്ല, കോപിഷ്ഠനായിട്ട് എന്ന് വെച്ചാ ദേഷ്യം കൊണ്ട് കത്തി ജ്വലിച്ച് കടന്നു വരുന്നു. എവിടെ? കോപം വരട്ടെ, കോപം. ഇനി ഗോവലിയൊക്കെ വിളിക്കണം. നിന്റെ മുഖത്ത് ദേഷ്യം വരട്ടെ. എന്റെ മുഖത്ത് ദേഷ്യം വരില്ല. എന്ത് പറഞ്ഞാലും എന്റെ മുഖത്ത് ഒട്ടും ദേഷ്യം വരില്ല.
നാളെ എന്റെ കൊച്ചിനെ പിള്ളേർപ്പെടുത്തക്കാരുണ്ടോ ചേച്ചി മരിച്ചില്ല എടാ, ഇന്നത്തെ ബാലയുടെ ശമ്പളം ഞാൻ തരത്തില്ല കേട്ടാ. ബാലയുടെ ശമ്പളം ഞാൻ തരത്തില്ലെന്ന്. അത് ഇത് മതി, ഈ ദേഷ്യം മതി. വിളിക്ക് മഹാരാജൻ. മഹാരാജൻ വിളിയേക്കുന്നു. പണ്ട മീൻകാരെയൊക്കെ പിടിച്ച പാല പിടിപ്പിച്ചേക്കുന്നത്. എടാ, അവന്റെ പേര് പറയടാ. അവന്റെ പേരെന്താ? ത്രിവിക്രമ. ത്രിപുരി ഞാൻ പറഞ്ഞോളാം. പറ. ശശി 3 വർഷങ്ങൾക്ക് മുമ്പ്. അത് ഞാനാണോ? നീ പറ. 3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നൃത്തം പഠിക്കാൻ വന്ന എന്റെ മകളിന്ന് 6 മാസം ഗർഭിണിയാണ് മഹാരാജൻ. നിന്നോട് ഞാൻ പ്രതികാരം ചോദിച്ചു. പ്രതികാരം ഒരു പുച്ചോട്ട് കൊടുത്തേക്ക് മതി. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട്. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട്. ഒരാള് പറയണ എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട്. രണ്ടും അച്ഛൻ പറ എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട്. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട്. നീ നട്ടഹസിക്കുന്നോടാ ദുഷ്ട. നട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിന്നവൻ പറയുന്ന പോലെയൊക്കെ ചെയ്യുന്നോടാ ദുഷ്ട. എന്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്യരുത്. ഞാൻ പറയണോ? നീ പറയണം. എങ്ങനെ? എന്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്യരുത്. എന്റെ ആണോ സാറിന്റെ ആണോ? നീ പറയുമ്പോ നിന്റെ. എന്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്യരുത്. പറ. എന്റെ പുരുഷത്വത്തെ. എന്റെ പുരുഷത്വത്തെ. എന്റെ പുരുഷന്റെ തത്ത പുരുഷത്വത്തെ ആണോ? എന്റെ പുരുഷ തൊത്തൊത്തെ. തൊത്തൊത്തെ തൊത്തൊത്തെ. തൊത്തൊത്തെ പുരുഷത്വത്തെ. ഇനി വേറെ കളി കളിക്കാം. എന്താണ് ബാല അല്ലെങ്കിൽ വള്ളം കളിയാ? ശരിയായോ? ശരിയാണ്. ശരിയായോ? ശരിയാണെന്ന് ബാക്കി പറ. ബാക്കി പറഞ്ഞാൽ തെറ്റിപ്പോവും. പോയി പഠിച്ചിട്ട് പോ അവിടുന്ന്. അച്ഛൻ പറ. പുരുഷത്വമാണത്രേ പുരുഷത്വം. പുരുഷമൂത്രമാണത്രേ പുരുഷമൂത്രം. അങ്ങനെയല്ലടാ. പുരുഷോത്തമനെ വേടാ. പുരുഷോത്തമ പുരുഷനേക്കാളും വലുതാണ് അളയിലിരിക്കുന്നത്. ഇതൊന്നും വേണ്ട. മഹാരാജാവ് വാളെടുക്കുന്നു. അണ്ണക്കനത്തെ ചിത്രം കൈകുത്തി കയറ്റി ഞാൻ കറക്കും. എന്താണ് വാളെടുക്കാൻ പറഞ്ഞിട്ട്? ഈ വാളല്ല. ഉറയിൽ നിന്ന് വാൾ വലിച്ചു വരുന്നു. ഉറിന്ന് വാല് വലിച്ചു വരാനോ? ഉറിയുന്ന വാളല്ല, ഉറയിൽ നിന്ന് വാള്. എങ്ങനെയത്? അത് പറയണ്ടേ? പിടിച്ചോ. എന്താണ് അണ്ടറോറിന്റെ പള്ളി പോയി. ചേച്ചി ഇതൊക്കെ കെട്ടിക്കൊണ്ട് വേണ്ട ഇങ്ങോട്ട് വരാൻ. കെട്ടിയാ പോരൂല. വാളെടുക്ക്. വാളെടുക്ക്. വാളെടുത്തിട്ടില്ല. ഈ പാലയും പൊളിഞ്ഞു. വാളെടുത്തിട്ടില്ല. വാൾ ഈ വാളൊക്കെ ഇത് ആരാ വെച്ചേക്കുന്നത്? വാളെവിടെ വെച്ച? വാള വാള് കിട്ടിയല്ലേ? ഞാനാടാവേ ആരറിയാതിരിക്കാൻ വേണ്ടി ഒരു മോമൂളി വെച്ചല്ലേ മനുഷ്യനെ ചിരിപ്പിക്കാണ്ട് പോടാ പുറത്തേക്ക്. വാള് കിട്ടിയാ? വാള് കിട്ടി. കാണാൻ പുളം വെട്ടുന്നു. എന്നെ വെട്ടാനല്ല, അവനെ വെട്ട. അച്ഛനെ വെട്ട്. എന്താണ് ബോഡി സ്പ്രേ? മരിച്ചു വീഴുന്നു. അയ്യോ അമ്മച്ചി. നീ വാളുകൊണ്ട് വെട്ടിയിട്ട് നിങ്ങൾ മരിച്ചു വീഴുന്നു. നീ എഴുന്നേക്ക്. അച്ഛൻ മരിച്ചു വീഴുന്നു. ഈ രാജാവ് എന്നെ വെട്ടിക്കൊന്ന. അടിപൊളി. പൊട്ടിച്ചിരിക്കുന്നു. നീ ചത്തുപോട്ട് നിങ്ങളെ പൊട്ടിച്ചിരിക്കണം. നീ ഇവിടെ കിടക്ക്. മഹാരാജാവ് പൊട്ടിച്ചിരിക്കും. എന്തിനാ വയ്യാത്ത പറ്റി കയ്യാല കയറാൻ പോണത്? ഈ സമയം ശത്രു സൈന്യം കൊട്ടാരത്തിലേക്ക് ഇരച്ച് കയറുന്നു. അതാരാണത്? അയ്യ, നിങ്ങളൊക്കെ ഏത് രാജ്യത്തെ സൈനിക്കാരാ? ഞങ്ങൾ സൈനികരല്ല, ഈ പരിപാടി ബുക്ക് ചെയ്ത കമ്മിറ്റിക്കാരാ. ഞങ്ങൾക്ക് ഈ ബാല വേണ്ട മോനെ. എന്ത് വേണം? ചവിട്ട് നാടകം. അയ്യോ, ചവിട്ടുനാടകം ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് അറിയാമല്ലോടാ. അയ്യോ, ഇപ്പൊ ശരിയായോ? ഇപ്പോഴാണ് ശരിയായത്. മദന കോമള കൃഷ്ണ മാധവാരി വിമല പാലക കൃഷ്ണ വല്ലഭീപത്തെ സുരജി മർദ്ദന